നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് വിപുലീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ബി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു. PMC പദ്ധതിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി തൃപ്പയാർ സെന്ററിൽ പ്രതിഷേധ ക്ലാസ് നടത്തി. തളിക്കുളം ബ്ലോക്ക് കിസാൻ മേള സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച 1000 കാര്യങ്ങളിൽ 985 കാര്യങ്ങളും സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്ന് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുൾ റഹ്മാൻ. മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് വിപുലീകരണം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുലോകത്തേക്ക് സഞ്ചരിക്കുന്ന പുതുതലമുറയ്ക്ക് വേണ്ട സംവിധാനങ്ങളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളതെന്നും കേരളത്തെ മാറ്റിമറിച്ച അധികാര വികേന്ദ്രീകരണം എന്ന പ്രസ്ഥാനത്തിലൂടെ ഗ്രാമപ്രദേശങ്ങളെ നഗരപ്രദേശത്തിന് തുല്യമാക്കാനും ഗ്രാമപ്രദേശങ്ങളിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ചർച്ച ചെയ്ത് അധികാര സ്ഥാപനങ്ങളെ അറിയിച്ച് വികസനം സാധ്യമാക്കുവാനും സാധിച്ചു. തൽഫലമായാണ് കേരളമെന്ന കൊച്ചു സംസ്ഥാനത്തെ രാജ്യാന്തര തലങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആ മാറ്റമാണ് നിങ്ങളിന്ന് കാണുന്നത് കേരളത്തിൻ്റെ വികസനത്തിൽ. എല്ലാ മേഖലയും നല്ല രീതിയിൽ പ്രതിഫലിച്ചത്. എല്ലാ മേഖലയും വിദ്യാഭ്യാസമാകട്ടെ, ആരോഗ്യമാകട്ടെ, കായികം, അങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിലധികമായി കേരളത്തിൽ അധികാരത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നാടിന് തന്നെ ഉണ്ടാക്കിയുള്ള മാറ്റം എന്താ? അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയിട്ട് എല്ലാ മേഖലയിലും. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ നമ്മളെടുത്തു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഈ നാട്ടിലെ സാധാരണക്കാരനായുള്ള പാവപ്പെട്ട ആളുകൾക്ക് വീതിച്ചു നൽകണമെന്ന് നമ്മളെടുത്ത തീരുമാനമാണ് ക്ഷേമ പെൻഷൻ എന്നത്. ചടങ്ങിൽ ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK പ്രേമാനന്ദൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനം ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം പഞ്ചായത്തിലെ കിടപ്പ് രോഗികളായ 75 കുടുംബാംഗങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. ട്രസ്റ്റ് അംഗമായ കുച്ചിപ്പറമ്പത്ത് ശ്രീകാന്തിന്റെ മകൻ അഭിത്ലാലിന്റെ വിവാഹത്തോടനുബന്ധിച്ചാണ് ട്രസ്റ്റിലേക്ക് സംഭാവന നൽകിയത്. യോഗത്തിൽ ട്രസ്റ്റ് രക്ഷാധികാരി KK ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. ശ്രീകാന്തൻ കുച്ചിപ്പറമ്പത്ത് കിറ്റ് വിതരണ ഉദ്ഘാടനം നടത്തി. KS അഭിത്ലാൽ, ബിജിത് ലാൽ, ട്രസ്റ്റ് പ്രസിഡന്റ് KG സുവർണൻ, സെക്രട്ടറി MP ജ്യോതിഷ്, അശോകൻ കാരയിൽ, ശോഭന പ്രതാപൻ, KV കൃഷ്ണലാൽ, KR ബാലൻ, MB സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. എന്തായാലും അതിൻ്റെ ഒരു ആർഭാടം കുറച്ചുകൊണ്ട് നമുക്ക് അതിൽ ഒരു സംഖ്യ നമ്മൾ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇത് കൊടുക്കാം, ഒരു ആശ്വാസമായിട്ട് നമ്മൾ കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പേരിൽ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നമ്മൾ ഈ വേദി ഒരുക്കുകയാണ്. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം വായനശാലയും പുരോഗമന കലാസാഹിത്യ സംഘം ചന്ദ്രാപിന്നി മേഖലയും ചേർന്ന വയലാർ രാമവർമ്മ അനുസ്മരണവും വയലാർ ഗാനസന്ധിയും സംഘടിപ്പിച്ചു. കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ ഹേന രമേശ് അധ്യക്ഷയായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KA കുച്ചുമോൻ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കൗൺസിൽ അംഗം PA ഷാനവാസ്, സതീഷ് കുമാർ വിശാഖപട്ടണം, TN അജയ്കുമാർ, MM പ്രതാപൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രാമഫോൺ ചന്ദ്രാപിന്നി വയലാർ ഗാനങ്ങളുടെ അവതരണവും നടത്തി. വയലാർ സ്മാരകയാണ്. വയലാറിന്റെ പാട്ടുകൾ ശക്തി. വയലാർ യുക്തിബദ്ധമായാണ് ഗാനങ്ങൾ എഴുതിയത്. സിനിമയ്ക്ക് വേണ്ടിയുള്ള ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന സയന്റിഫിക് ടെമ്പർമെന്റ് എന്ന് പറയുന്നത് മുറുകെ പിടിച്ച ഒരു എഴുത്തുകാരനാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്.
അതുകൊണ്ട് തന്നെ സംസ്കൃതവും വേദോപനിഷത്തുകളും എല്ലാം പഠിച്ച വയലാർ സ്നേഹത്തെക്കുറിച്ച് മാത്രം തന്നെയാണ് ഊന്നിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരികളിൽ ഒരുപാട് അന്വേഷണാത്മകമായിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഉപാസന എന്ന പാട്ട് കേൾക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക് ഗെയിംസിൽ മിന്നും താരമായി ധുനി സുഭീഷ്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക് ഗെയിംസ് നീന്തൽ മത്സരത്തിൽ പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മിന്നും താരമായാണ് ധുനി സുഭീഷ് മാറിയത്. സബ് ജൂനിയർ ഗേൾസ് 50 മീറ്റർ, 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് ഇനങ്ങളിൽ സ്വർണവും 200 മീറ്റർ ബെസ്റ്റ് സ്ട്രോക്ക് മിഡ്ലേ റിലേയിൽ വെള്ളിയും കരസ്ഥമാക്കി. ഡിസംബർ 8 മുതൽ 15 വരെ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ധുനി സുഭീഷ് പങ്കെടുക്കും. PM ശ്രീ പദ്ധതിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ സെന്ററിൽ പ്രതിഷേധ ക്ലാസ് സംഘടിപ്പിച്ചു. പലതവണ മാപ്പെഴുതിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് അറിയോ? വിനായക് സവർക്കർ. ബ്രിട്ടീഷുകാർക്ക് 6 തവണയാണ് എന്ത് ചെയ്തത്? മാപ്പ് കത്തെഴുതിയത്. എന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഞാൻ ഇനി ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല, ഞാൻ നിങ്ങളുടെ എത്ര ഷൂ വേണമെങ്കിലും നക്കിക്കോളാം എന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്ത ആളുടെ പേരാണ് ഷൂവർക്കർ അല്ല, സവർക്കർ. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ പ്രതിഷേധ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലയേഷ് മാങ്ങാട്ട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. AS ഷിജിൽ അധ്യാപകനായി പ്രതിഷേധ ക്ലാസ് നയിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അശ്വിൻ ആലപ്പുഴ, കിരൺ തോമസ്, രഖന ബിനേഷ്, റോയ് തോമസ്, സഗീർ വില്ലീസ്, നൌഷാദ് ഇബ്രാഹിം, അമൽ നാട്ടിക, സജിത്രൻ തയ്യിൽ, യദു തോപ്പിൽ, അൻവർ VA, സന്ദീപ് VS, സുധാകർ R, ബിജിൽ ഡേവിസ് എന്നിവർ സംസാരിച്ചു. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഗാന്ധിയെ കുറിച്ചും ഈ രാജ്യത്ത് നെഹ്റുവിനെ കുറിച്ചും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചും പഠിക്കേണ്ട കുട്ടികൾ ഹെഡ്ഗേവാറും സവർക്കറും ദീൻദയാൽ ഉപാധ്യായും ഒക്കെയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പഠിക്കേണ്ട ഗതികേടിലേക്കും ഈ രാജ്യത്തെ സൃഷ്ടിച്ചത് RSS ആണെന്ന് പറയേണ്ട ഗതികേടിലേക്കും ഈ രാജ്യത്തെ കുട്ടികളുടെ മനസ്സിലേക്ക്. നാട്ടിക ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളും അംഗങ്ങളും വാടനപ്പള്ളി വ്യാസ നഗറിലുള്ള സ്നേഹക്കൂടാരം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കുട്ടികളോടൊത്ത് ഒരു ദിവസം ചെലവഴിച്ചു. കുട്ടികൾക്ക് വേണ്ട ഒരു ദിവസത്തെ ഭക്ഷണവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻസ് എന്ന ലയൺസ് ക്ലബ്ബ് സർവീസ് പ്രോജക്റ്റിന്റെ ഭാഗമായുള്ള പരിപാടി കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് എഞ്ചിനീയർ പവിത്രൻ ഇയാനി, സെക്രട്ടറി ഡോക്ടർ ജ്യോതി ഇയൻ, ക്ലബ്ബ് അംഗങ്ങളായ CR സുന്ദരൻ, CS ശശിധരൻ, ജയപാലൻ പനക്കൽ, സുശീല പവിത്രൻ എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും
ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. തൃപ്പയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി താണിയത്ത് TK സുധൻ ശാന്തി ഭക്തർക്ക് സ്കന്ദഷഷ്ഠി വ്രതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് രാജശാന്തി, സുകേഷ് ശാന്തി എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്ര മുഖ്യ രക്ഷാധികാരി PK സുഭാഷ് ചന്ദ്രൻ, പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, സെക്രട്ടറി സിദ്ധപ്രസാദ്, ജോയിന്റ് സെക്രട്ടറിമാരായ ഷാജി പുളിക്കൽ, ശശി മാറാട്ട്, രാമദാസ് ചുക്കൂട്ട്, തങ്കമണി ത്രിവിക്രമൻ, ഗിരിജ പ്രസാദ്, സുനിൽ ഏങ്ങൂർ, ശങ്കരനാരായണൻ വേത്തോട്ടിൽ, ഗോപി നമ്പെട്ടി, സജി ഷാജി, ബിനി, അംബിക, മണിക്കുട്ടൻ, ഷീന, അജയൻ എന്നിവർ നേതൃത്വം നൽകി. DYFI നാട്ടിക മേഖലാ സമ്മേളനം നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. മേഖലാ പ്രസിഡന്റ് ഉണ്ണിക്കണ്ണൻ പതാക ഉയർത്തി. ചേർപ്പ് ബ്ലോക്ക് സെക്രട്ടറി MS ജിംഷാർ ഉദ്ഘാടനം ചെയ്തു. CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ, DYFI നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ, നാട്ടിക ബ്ലോക്ക് ട്രഷറർ അരുൺ ശിവജി, മേഖലാ സെക്രട്ടറി ജിജേജ് പുളിക്കൻ, ജിനോയ് വിഷ്ണു, ഇസ്മയിൽ, അനീഷ് എന്നിവർ സംസാരിച്ചു. ജിജേജ് പുളിക്കൻ സെക്രട്ടറിയായും ജിനോയ് TJ പ്രസിഡന്റായും നിഷ ശ്രീജിത്ത് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഡിവൈഎഫ്ഐയുടെ തന്നെ ഓഗസ്റ്റ് 15 ഉൾപ്പെടെ ഡിവൈഎഫ്ഐയുടെ സമര പരിപാടിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നുള്ള പരിപാടി ഉൾപ്പെടെയുള്ള പരിപാടികൾ, ജാഥകൾ തുടങ്ങിയവ വന്നൊരു ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐയുടെ സമ്മേളനങ്ങൾ, മേഖലാ സമ്മേളനങ്ങളൊക്കെ വോട്ട് ചേർക്കലുമൊക്കെ ബന്ധപ്പെട്ട് മാറ്റി ഒരു പുതിയ സമയബന്ധിതമായി തീർക്കുന്നതിന് പുതിയൊരു സമയത്തേക്ക് മാറ്റുന്നൊരു സമയം വരും. പിന്നെ നമ്മുടെ ആളുകളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അതിന്റെ ഒത്തുചേർക്കലും മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആയി തന്നെ നാട്ടിലാകെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ സമ്മേളനങ്ങൾ പൊതുവായി. നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ ബീച്ച് ബ്രാഞ്ച് മന്ദിരം വ്യാഴാഴ്ച രാവിലെ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1969 നാട്ടിക പഞ്ചായത്ത് പ്രവർത്തന പരിധിയിൽ സ്ഥാപിച്ച നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് 15 വർഷം തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ചാവക്കാട് താലൂക്കിലെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് സഹകരണ സ്ഥാപനമായി വളർന്നിരിക്കുകയാണ്. ബാങ്കിന് ഇപ്പോൾ നാട്ടിക ബീച്ചിലും ചേർക്കരയിലും 2 ബ്രാഞ്ചുകളുണ്ട്. പുതിയ കെട്ടിടം 30-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മുഖ്യാതിഥിയാകും. മുകൾ നിലയിലുള്ള AC മിനി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിക്കും. കൂടാതെ താഴെ നിലയിൽ ഗോഡൌൺ സൗകര്യവുമുണ്ട്. ഗോഡൌണിൽ വളം ഡെപ്പോയും ആരംഭിക്കുന്നതോടെ ഇപ്പോൾ ഹെഡ് ഓഫീസിനോട് അനുബന്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നീതി മെഡിക്കൽസ്, നീതി ക്ലിനിക്, നീതി ലാബ് എന്നിവ കൂടുതൽ സൗകര്യത്തോടെ പ്രവർത്തനം വിപുലപ്പെടുത്താൻ സാധിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു. ബാങ്ക് വൈസ് പ്രസിഡന്റ് TR വിജയരാഘവൻ, ഡയറക്ടർ UK ഗോപാലൻ, ബാങ്ക് സെക്രട്ടറി TD സുമി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. 2011 ആരംഭിച്ച നാട്ടിക ബീച്ച് ബ്രാഞ്ച് ഇതുവരെയും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആ ബ്രാഞ്ചിന് വേണ്ടി പുതിയൊരു കെട്ടിടം നിർമ്മിച്ചിരിക്കുകയാണ്. 15 വർഷക്കാലമായി തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ ലാഭവിഹിതത്തിൽ നിന്നും നീക്കിവെച്ച ഫണ്ട് 1.5 കോടി രൂപ ഉപയോഗിച്ചാണ് ആ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ മാസം 30-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ നിർവഹിക്കും. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി സുഭിക്ഷം സുരക്ഷിതം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ചന്ത മൈതാനത്ത് തളിക്കുളം ബ്ലോക്ക് കിസാൻ മേള സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പോകുന്ന കർഷകർക്ക് അനുയോജ്യമായ വിത്തും വളവും ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കലും യന്ത്രവൽക്കരണ രീതികളുമെല്ലാം ഉള്ള ഈ കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം. കൂടുതൽ കൃഷിയിലേക്ക് ആകർഷിക്കുന്ന രീതിയിലേക്ക് കർഷകർ മാറിയിരിക്കുകയാണ്. പക്ഷേ മനുഷ്യജന്മം ഉടലെടുത്ത കാലം മുതൽ ലോകത്ത് മനുഷ്യൻ ചെയ്യാൻ നാണം മറക്കാൻ
മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് വരുന്നതിന് മുമ്പ് മനുഷ്യന് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആദിമ മനുഷ്യൻ കണ്ടെത്തിയ ഉപായമാണ് കൃഷി. ഗുഹകളിൽ താമസിച്ചിരുന്ന ആദ്യ മനുഷ്യൻ കൃഷിയിലൂടെയാണ് അവന്റെ ജീവിതവും ജീവനും നിലനിർത്തിയത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷനായി. ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സ്വപ്ന എസ് നായർ പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റൈഹാന കെ സി, ജനപ്രതിനിധികളായ മല്ലിക ദേവൻ, സി ആർ ഷൈൻ, വസന്ത ദേവലാൽ, കല ബി, ഇ പി അജയ് ഘോഷ്, മണിലാൽ, ഉഷാ സുകുമാരൻ, വലപ്പാട് CDS ചെയർപേഴ്സൺ സുനിത ബാബു, ഏങ്ങണ്ടിയൂർ കൃഷി ഓഫീസർ ചിഞ്ചു പി ബാബു, തളിക്കുളം കൃഷി ഓഫീസർ അഞ്ജന, ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ എന്നിവർ സംസാരിച്ചു. കാർബൺ ന്യൂട്രൽ വിള പരിപാലനം എന്ന വിഷയത്തിൽ ശ്രീധരൻ VK-യുടെ കാർഷിക സെമിനാറും പ്രകൃതി കൃഷി വിള പരിപാലനം എന്ന വിഷയത്തിൽ ഡോക്ടർ അഞ്ജു C-യുടെ കാർഷിക സെമിനാറും ഉണ്ടായിരുന്നു. തളിക്കുളം ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന 5 പഞ്ചായത്തുകളിൽ നിന്നും കൃഷിക്കൂട്ടങ്ങൾ, എക്കോ ഷോപ്പ്, കുടുംബശ്രീ അംഗങ്ങൾ, കർഷകർ എന്നിവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, തൈകൾ, വിത്ത്, വളം തുടങ്ങിയവയുടെ പ്രദർശനവും വിപണനവും മേളയിൽ ഒരുക്കിയിരുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന പ്രദർശന വിപണന യൂണിറ്റും മേളയിലുണ്ടായിരുന്നു. കോതകുളം ആനവിഴുങ്ങി റെസിഡൻസ് അസോസിയേഷന്റെ 9ാം വാർഷികാഘോഷം നടന്നു. ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കമ്മീഷണർ CP സാലിഹ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അനീജ വിജിൽ അധ്യക്ഷയായി. സാംസ്കാരിക പ്രവർത്തകയും നടിയുമായ സോണിയ ഗിരി മുഖ്യാതിഥിയായി. വലപ്പാട് പോലീസ് ASI PK സൈഫുദ്ദീൻ, അസോസിയേഷൻ സെക്രട്ടറി രാജൻ വെന്നിക്കൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR ഷൈൻ, വാർഡ് മെമ്പർ അനിത ത്രിദീപ് കുമാർ, നിമ്മി ശിവദാസ്, രഹന അനിൽ, ഷീജ മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പരിചിതമായ മുഖങ്ങൾ ഞാനിവിടെ പ്രതീക്ഷിച്ചു. കാരണം ബാല്യകാലത്ത് ഞാനിവിടെയൊക്കെ തന്നെ കളിച്ചു നടന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അന്നുണ്ടായിരുന്ന അതിലിപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. നമ്മുടെ സുരേഷുണ്ട്, പിന്നെ ഖദീജയുണ്ട്, ഖദീജയുടെ മകളുണ്ട്, പിന്നെ ഇങ്ങനെ കുറച്ച് നമ്മുടെ ഇദ്ദേഹം പെട്ടെന്ന് പേര് വരെ പറയാൻ പറ്റുന്നില്ല. ഇത് മാത്രമല്ല പ്രതീക്ഷിച്ചത്. ഇവിടെ തന്നെ മറ്റൊരു സുരേഷ് ഉണ്ടായിരുന്നു, മേനച്ചേരി സുരേഷ്. അവൻ ഉണ്ടാകുമ്പോൾ ഈ വാർഡിൽ തന്നെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല ഇതിൻ്റെ എത്ര ദൂര പരിധി വരെയാണ് ഇതിൻ്റെ അതിർത്തി, എനിക്കറിയില്ല. അവരൊക്കെ ഉണ്ടാകുമോ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരിടവേള കൂടി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വലപ്പാട് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കറവ പശുക്കൾക്ക് കാലിത്തീറ്റ സബ്സിഡി പദ്ധതിയുടെ ഉദ്ഘാടനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷത വഹിച്ചു. 18 ലക്ഷം അടങ്കൽ വരുന്ന പദ്ധതി ക്ഷീരകർഷകർക്ക് വളരെ ആശ്വാസകരമാകുമെന്നും 365 ദിവസവും കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഡയറി ഫാം ഇൻസ്ട്രക്ടർ അനൂപ് സോമൻ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ BK മണിലാൽ, കാമധേനു ക്ഷീരസംഘം പ്രസിഡന്റ് ജാൻസി തിലകൻ എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത കർഷകർക്ക് കേരള ഫീഡ്സിന്റെ ഒരു പാക്കറ്റ് കേരമിനും വിതരണം ചെയ്തു. സാധിക്കാത്ത രീതിയിലാണ്, കാരണം നമുക്ക് അപേക്ഷകർ കുറവാണ്. തീർച്ചയായിട്ടും അത് പാലുൽപാദനം വർദ്ധിച്ചു എന്നുള്ളൊരു വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ ഇന്ന് ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് കേൾക്കുന്നത്. കാരണം 500 ലിറ്ററോളം പാല് ഇന്ന് നമ്മൾ സംഭരിക്കുന്നുണ്ട്. തൃപ്പയാർ ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവത്തിന് സമാപനമായി. ഷഷ്ടി ദിവസം പഴുവിൽ ഷഷ്ടി ആഘോഷത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തി.
ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 10 മണിവരെ ക്ഷേത്രനടയിൽ കാവടിയാട്ടവും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് രവി കൊളത്തേക്കാട്ട്, സെക്രട്ടറി ജനാർദ്ദനൻ കുന്നത്ത്, ട്രഷറർ EC പ്രദീപ്, മറ്റ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഡിവൈഎഫ്ഐ മണലൂർ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഹൃദയത്തിൽ ഡിവൈഎഫ്ഐ എന്ന പരിപാടി അതുൽ ശ്രീറാം നഗറിൽ നടത്തി. ഡിവൈഎഫ്ഐ മണലൂർ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഹൃദയത്തിൽ ഡിവൈഎഫ്ഐ എന്ന പരിപാടി അതുൽ ശ്രീറാം നഗറിൽ നടത്തി. മുൻകാല പ്രവർത്തകർ ഓർമ്മകൾ പങ്കിട്ടു. ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നിവിൻ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KA അജീഷ്, ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ, മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ VN സുർജിത്ത്, ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, SFI മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS സദാനന്ദൻ, മുൻകാല പ്രവർത്തകരായ AN സുരേഷ്, AS നന്ദൻ, അഡ്വക്കേറ്റ് KG രഘുനാഥ്, ഷിജു മാഷ്, കണ്ണൻ, CS അജീഷ്, മേഖലാ ട്രഷറർ അരുൺ ആനന്ദ് എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ബയോബിൻ വിതരണം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി നിർവഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ബയോബിൻ വിതരണം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സബിത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, മെമ്പർമാരായ ശ്രീകല ദേവാനന്ദ്, ഷൈജ ഉദയകുമാർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷീന എന്നിവർ സംസാരിച്ചു. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ ആരംഭത്തിന്റെ ഭാഗമായി കവാട നവീകരണത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് എന്നിവർ മുഖ്യാതിഥികളായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ ശതാബ്ദി വാർഷിക സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ, PTA പ്രസിഡന്റ് പ്രവീൺ കാട്ടുങ്ങൽ, താന്യം മോഡൽ CDS ചെയർപേഴ്സൺ സുജിത നിരേഷ്, ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ NA പീതാംബരൻ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ താന്യം ജോർജ്, SMC ചെയർമാൻ KM മോഹനൻ, PTA വൈസ് പ്രസിഡന്റ് ഷിമിജ ശരത്, പ്രിൻസിപ്പാൾ സീന ജോസഫ്, പ്രധാന അധ്യാപിക മിനി OV, സ്കൂൾ ലീഡർ ശ്രീ കൈലാഷ്, സ്റ്റാഫ് സെക്രട്ടറി ജെയ്സൺ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 15 ലക്ഷം രൂപയാണ് കവാടത്തിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. ഉള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ വിദ്യാലയം മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളെയും അത്തരം മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഭൗതിക സംവിധാനങ്ങളുമെല്ലാം ഞങ്ങൾ മെച്ചപ്പെടുത്തുക. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ 58 ഹൈസ്കൂളുകളുണ്ട് ജില്ലയിൽ, 53 ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുണ്ട്, 16 VHSC വിദ്യാലയങ്ങളുണ്ട്, 5 ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഒരു ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഏതാണ്ട് 132 പരം വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാടനപ്പള്ളി പൊക്കാഞ്ചേരി നിവാസികളെ ചിരകാല സ്വപ്നമായ അഞ്ചങ്ങാടി കുടുംബാരോഗ്യ ഉപകേന്ദ്രം മണലൂർ MLA മുരളി പെരുന്നെല്ലി നാടിന് സമർപ്പിച്ചു. കൊണ്ട് എനിക്ക് കടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നിലയിലാണ് ഇവിടെ ആരോഗ്യ മേഖലയിൽ ഇവിടെ ഈ അഞ്ചങ്ങാടി ജനകീയ ആരോഗ്യ കേന്ദ്രം ജനങ്ങൾക്ക് വേണ്ടി വികസനം നടക്കണമെങ്കിൽ എന്ത് വേണം? റോഡ് വരണം, പാലം വരണം, കെട്ടിടം വരണം, അംഗൻവാടി വേണം, ഇല്ല ഇതൊക്കെ വേണം. വേണമെങ്കിൽ എന്ത് വേണം? ഭൂമി വേണം. ആകാശത്ത് പണിയാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് നമ്മുടെ നല്ല
ജനസ്നേഹികളുടെ ഉദാരമായ ആ സഹായം കാണുന്നത്. അവിടെയാണല്ലോ ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ ഇവിടെ നമുക്ക് ഈ ഭൂമി തന്നതിൻ്റെ ഭാഗമായി പണിയാൻ പറ്റിയില്ല. ഇത് തന്നില്ല ചെന്നുണ്ടാവും. പ്രസിഡന്റ് പറഞ്ഞു വിളിച്ചു, പണമുണ്ട്, കാശുണ്ട്, എന്തില്ല, ഒരു മാർഗമില്ല, പണിയാൻ പറ്റൂല. പണിയാണെങ്കിൽ ഭൂമി വേണം. അപ്പോൾ ആ ഭൂമി നമുക്കിവിടെ ലഭിക്കുന്നു. ഇത്തരം മഹാമനസ്കതയുള്ള നിരവധി പേര് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നിരവധി പേരുണ്ട്. അംഗൻവാടിക്ക് സ്ഥലം വിട്ടു തന്നവർ, അതുപോലെ ലൈബ്രറികൾക്ക് സ്ഥലം വിട്ടു തന്നവർ, ഇതുപോലെയുള്ള ആശുപത്രി, അതുപോലുള്ള സംവിധാനങ്ങൾ ചെറിയൊരു വരുന്നുള്ളൂ. സബ് സെന്റർ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുലേഖ ജമാലു, സൂപ്രണ്ട് KT സുജ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗോപകുമാർ, സെക്രട്ടറി IP പീതാംബരൻ എന്നിവർ സംസാരിച്ചു. രാധാകൃഷ്ണൻ ചക്കാമഠത്തിൽ ഇഷ്ടദാനമായി നൽകിയ ഭൂമിയിലാണ് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 55 ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. പ്രതിരോധ കുത്തിവയ്പ് കേന്ദ്രം, ഉദ്യോഗസ്ഥർക്ക് ഓഫീസ് മുറികൾ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ താമസ സ്ഥലം കൂടാതെ ഗ്രാമസേവാ കേന്ദ്രം, മീറ്റിംഗ് ഹാൾ എന്നിവയടങ്ങിയ സമുച്ചയമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂൾ പ്രീ പ്രൈമറി കെട്ടിടം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രജനി ബാബു മുഖ്യാതിഥിയായി സംബന്ധിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, അംഗങ്ങളായ സുരേഷ് ഇയാനി, CS മണികണ്ഠൻ, ഗ്രീഷ്മ സുഖിലേഷ്, ഐഷ B അബ്ദുൽ ജബ്ബാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, പ്രധാന അധ്യാപിക പ്രിയ, PTA പ്രസിഡന്റ് അമൃത ഫെബിൻ, BPC TV ചിത്രകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ പദ്ധതികളിലായി സ്കൂൾ നവീകരണത്തിന് 80 ലക്ഷം രൂപയാണ് ചിലവാക്കിയത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ജനിച്ച് ആദ്യം സ്കൂളിൽ പോകാൻ പറ്റിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഏതായാലും ഈ കുട്ടികൾ ഭാഗ്യന്മാരാണ്, അല്ലെങ്കിൽ ഭാഗ്യവതികളാണ്. ഇവിടെ ഇപ്പോൾ സ്കൂളിൽ വീട്ടിലിരിക്കുന്ന സ്കൂളിൽ ഓടുക കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ സ്കൂളിൽ പോകുന്നതാണ് എന്ന് പറയുന്നത് ഉറപ്പാണ്. പഠിക്കാൻ ക്ലാസ് കൂടി, കളിക്കാൻ ടോയ്സ്. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ വലപ്പാട് ചന്തപ്പടിയിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. AIYF മണ്ഡലം സെക്രട്ടറി വൈശാഖ് അന്തിക്കാട്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ BR ബാബു, PA രാമദാസ്, ലോക്കൽ സെക്രട്ടറിമാരായ PS ഷജിത്ത്, AIYF പഞ്ചായത്ത് സെക്രട്ടറി മുബീഷ് പനക്കൽ, CPI മണ്ഡലം അംഗങ്ങളായ BR മോഹൻദാസ്, രാജൻ പട്ടാട്ട്, AIKS പഞ്ചായത്ത് പ്രസിഡന്റ് PN സുജിന്ത്, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ്, CPM വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജേഷ ശിവജി എന്നിവർ സംസാരിച്ചു. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് വിപുലീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി B അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു. PMC പദ്ധതിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി തൃപ്പയാർ സെന്ററിൽ പ്രതിഷേധ ക്ലാസ് നടത്തി. തളിക്കുളം ബ്ലോക്ക് കിസാൻ മേള സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.